Hi guys. Good night. Good. Hi. എവിടെ പോവാ നമ്മള്? ഇപ്പൊ ഇതിന്റെ ഇതിന്റെ തലയിലൊക്കെ സൈഡിൽ കൂടെ ഒക്കെ മുടി വരുന്നേ അവൻ പിടിച്ച് വലിച്ചായിരിക്കും അല്ലേ? അത് ന്യായം, അത് ന്യായം. നത്തിങ് ടു സേ, വോയിസ് ഓവർ ബാക്ക്ഗ്രൗണ്ട് എവറിത്തിങ് ഓക്കെ പ്രശ്നമാവും. പിന്നെ ഞാൻ അത് എഡിറ്റ് ചെയ്യാനായിട്ട് നിൽക്കേണ്ടി വരും. വയ്യ എനിക്ക് അതൊക്കെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരുന്നു. ഞങ്ങൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതേ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് ഇന്ന് രാവിലത്തെ വെളുപ്പിനത്തെ സീനുകളൊന്നും ഞാൻ എടുത്തില്ല. കാരണം എനിക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഒട്ടും വയ്യായിരുന്നു, കോൾഡും കാര്യങ്ങളായിട്ട്. ദേ ചാക്കോച്ചൻ നമ്മുടെ തോമിച്ചേട്ടൻ്റെ ഹൈ ചെയർ പാരമ്പര്യമായിട്ട് കൈമാറി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ ഇരിക്കാറായിട്ടുണ്ട്. അങ്ങനെ ദേ ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇന്ന് നേരത്തെ പോവാണ് കേട്ടോ. പതിവിലും വിട്ട് നേരത്തെ പോവാണ്. അപ്പോൾ പാച്ചുവും ഉച്ചവും വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതേ പോകാനിറങ്ങി. അപ്പോൾ തോമു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് പാട്ട് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മ്യൂട്ടാക്കി. ശരിക്കും ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഓൺ വോയിസിൽ ഇടാനായിട്ട് ചെയ്തതാണ്, പക്ഷെ പറ്റിയില്ല. അങ്ങനെ ദേ പാച്ചുവും ഡാഡിയാണ് ഗേറ്റ് അടയ്ക്കാൻ വന്നത്. ഞാൻ ഗേറ്റ് അടച്ചോളാം എന്ന് ഡാഡിയോട് പറഞ്ഞപ്പോൾ ഡാഡി പറഞ്ഞു ഡാഡി വരട്ടെ, ഒരു നേരം പോക്കാട്ടെ, രാവിലെ എഴുന്നേറ്റല്ലേ ഒന്ന് നടക്കാമെന്ന് പറഞ്ഞിട്ട് ഡാഡി വന്നതാണ് കേട്ടോ. അപ്പോൾ പാച്ചു നല്ല നട്ടപ്പറ വെയിലത്താണ് കേട്ടോ വരുന്നത്. മമ്മി ചാക്കോച്ചനെ നമ്മളാക്കിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ചാക്കോച്ചൻ്റെ അടുത്ത് പോയേക്കാണ്. അപ്പോൾ തോമു ഇന്ന് വലിയാരത്തി വിളിച്ച വഴിക്കതേ ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ടു കാണും. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു സൺഡേ അങ്ങനെ വീഡിയോസ് കാണാൻ വഴിയില്ലായിരുന്നു, പക്ഷേ സാധാരണയിലും വിട്ട് കുറേ പേര് കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ കുറേ പേര് പറഞ്ഞു വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നൊക്കെ. സന്തോഷം. അപ്പം അത് കാണുമ്പം എനിക്കൊരു എന്താ പറയുക, ഒരു പ്രചോദനം. എനിക്ക് ഇടണം അല്ലെങ്കിൽ ആൾക്കാർ കണ്ട് എന്നൊക്കെ കാണുമ്പോൾ കുറേ പേര് പറഞ്ഞു 1 ലാഖിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണെന്നറിയത്തില്ല, 92,000 കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. 93 എത്തിയത് തന്നെ നിരങ്ങിയിട്ടാണ് എത്തിയത്. അറിയില്ല, ആ ഒരു പീക്ക് പോയിന്റിലോട്ട് എത്തുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അത് അതിൻ്റെ സമയത്ത് നടന്നോളുമല്ലോ. അപ്പോൾ നമുക്ക് പതിവ് പോലെ തന്നെ മാർക്കറ്റിൽ പോകണം, സാധനങ്ങൾ വാങ്ങിക്കണം, സ്റ്റോക്ക് ചെയ്യണം, അങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഇങ്ങനെ ബൾക്കായിട്ട് മേടിച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് 2 ദിവസം കഴിയുമ്പോൾ അവർ ഫ്രിഡ്ജിൽ വെക്കുമ്പം ടേസ്റ്റ് മാറുകയാണ്, അല്ലെങ്കിൽ വേറെ പൊട്ട ടേസ്റ്റ് ആവുകയാണ്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടും ഫ്രീസറിലേക്കാണ് വെക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ വർക്ക് ഉണ്ടെങ്കിൽ അന്ന് രാവിലെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. ഉച്ചയാകുമ്പോൾ ഒരു 12:30 ആകുമ്പോൾ അതെടുത്ത് പുറത്തേക്ക് വെക്കും. അപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ ഓരോ ദിവസം പോയി വാങ്ങിച്ചിട്ട് നമുക്ക് ഓരോ ദിവസം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതങ്ങനെയില്ല, നമ്മൾ ബൾക്കായിട്ട് മേടിച്ചിട്ട് എല്ലാം ഒറ്റയടിക്ക്. സൺഡേ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ഫ്രീ ആയിട്ട് കാണും, കുക്കിങ്ങും കാര്യങ്ങളും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സൺഡേ ആണ് ഒരു ശരിക്കുള്ള വർക്കിംഗ് ഡേ. ബാക്കി എല്ലാ ദിവസങ്ങളും തട്ടിക്കൂട്ട് പരിപാടികളാണ്. രാത്രി നമ്മൾ കാര്യമായിട്ട് വെക്കും, അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഉച്ചയ്ക്കും ശരിക്കുമുള്ള ഒരു ലഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സൺഡേ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ബീഫൊക്കെയാണ് 2-3 ബോക്സിലാക്കി വെച്ചാൽ നമ്മൾ ഓരോ ദിവസത്തേലും നമ്മൾ മീനടക്കം എണ്ണയാണ് നമ്മൾ മസാല പുരട്ടി വെക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ ആർക്കും കറിയോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ഫ്രൈ ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം ഈ സൺഡേ തന്നെ എല്ലാ മസാലകളും തേച്ച് വെക്കലാണ് മെയിൻ ഒരു പരം. ഞങ്ങൾക്ക് വേറെ ടേസ്റ്റ് വ്യത്യാസം, ഫ്രഷ്നെസ് പോവാറില്ല ഞങ്ങൾക്ക്. പിന്നെ നമുക്ക് കിട്ടുമ്പോഴും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എല്ലാം നല്ലതാണ്, നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇതുവരെ ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പ്രശ്നം വന്നിട്ടില്ല. എനിക്ക് 2-3 വീഡിയോസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, എങ്ങനെ അത് ഇരിക്കുന്നു, ഞങ്ങൾ വെക്കുമ്പോൾ അത് ശരിയാവുന്നില്ല. മേ ബി നമ്മൾ വെക്കുന്നതിൻ്റെ രീതി അല്ലെങ്കിൽ ഫ്രീസറിൻ്റെ ആ ഒരു തണുപ്പിൻ്റെ ഇതായിരിക്കും, പല കാരണങ്ങളാവും കേട്ടോ. അപ്പോൾ അതേ പതിവ് പോലെ നമ്മൾ ആദ്യം പോവുക മീൻ വാങ്ങിക്കാനാണ്. അപ്പോൾ അതേ മീൻ വാങ്ങിക്കാൻ ഇന്ന് ചെമ്മീൻ നല്ലതാണെന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അവൻ്റെ പേര് ബനീഷ് എന്നാണ് കേട്ടോ, ബനീഷ്. അപ്പോൾ അവൻ പറഞ്ഞ മീനൊക്കെ എടുത്ത് ചാള എടുത്തു. പിന്നെ മഞ്ഞക്കോര വലിയതുണ്ടായിരുന്നു, അതായത് നമ്മുടെ കിളിമീൻ, കോട്ടയം കിളിമീൻ, ഇവിടെ മഞ്ഞക്കോര എന്നാട്ടോ പറയുക. എന്നിട്ട് നമ്മൾ ബീഫ് വാങ്ങിക്കാൻ പോയി. നമ്മുടെ അബ്ബാസ് നാട്ടിൽ പോയേക്കാണ് വോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അബ്ബാസ് ഇല്ല. അപ്പോൾ ഇവന് അബ്ബാസ് എന്നാണ് അവൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് ഇവനാണെന്നുള്ളത്. അപ്പോൾ അതേ ഇടയ്ക്ക് നമ്മുടെ ബനീഷൂട്ടൻ വന്നിട്ട് ചോദിക്കുകയാണ്, ചേച്ചി മഞ്ഞക്കോര പീസുകളാക്കണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട. ഇതിനാണോ ഞാൻ ചോദിച്ചു ഇവിടം വരെ നടന്നു വന്നത്. ഇതാണ് നമ്മുടെ അവിടുത്തെ ഒരു സ്റ്റാഫാണോ ഓണറാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ വന്ന് വർത്താനമൊക്കെ പറഞ്ഞ്
എന്താ പറയുക, നമ്മൾ സ്ഥിരം പോണോണ്ട് തന്നെ ആ ഒരു എന്താ പറയുന്ന ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് കാണും. നമ്മൾ സ്ഥിരം പോകുമ്പോൾ ഉള്ള ഗുണങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ദേ അവൻ്റെ പേര് ടീഷർട്ടയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ജേഴ്സിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എടുത്തു വെക്കാം, മേ ബി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ മറന്നു പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടത്. അപ്പോൾ പറഞ്ഞു ഞാനാണ് നിങ്ങൾക്ക് ആദ്യം മീൻ തന്നത് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പച്ചക്കറി വാങ്ങിക്കാൻ പോകലാണ്. അപ്പോൾ ദേ നമ്മുടെ ചേച്ചിയും ഗോപാൽജിയുടെ പേര് കണ്ണൻ എന്നാണ് കേട്ടോ പറഞ്ഞത്, കണ്ണൻജിയും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അടിപൊളി മാങ്ങയാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ചക്ക കൊണ്ടുപോക്കും. ഞാൻ പറഞ്ഞു വേണ്ട, കഴിഞ്ഞ ആഴ്ച നമ്മൾ വലിയൊരു ചക്കയും കൊണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച. അപ്പോൾ ചക്ക ഹാങ് ഓവർ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ട, പക്ഷേ ചേച്ചി പറഞ്ഞു കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞ് പീസ് തന്നു. ഇത് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മാങ്ങ. എന്നിട്ട് നമ്മൾ ബിസ്മിയിൽ പോയി ഒരു കാപ്പിയൊക്കെ, ഞാൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാപ്പിയും കുടിച്ചിട്ടില്ലായിരുന്നു, നല്ല ചൂട് വടയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഹോർലിക്സ് കുടിക്കാനൊരു ആഗ്രഹം, എനിക്ക് ഹോർലിക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു ഹോർലിക്സ് വാങ്ങിച്ചു. ഡോൺ ചേട്ടൻ നമ്മുടെ കാപ്പിയും വാങ്ങിച്ചു കുടിച്ചു. എന്നിട്ട് നമ്മൾ ചോയ്സിൽ കയറി പാല് വാങ്ങിച്ചു, പിന്നെ കിണ്ണത്തപ്പം വാങ്ങിച്ചു. അവർ ബ്രെഡും മുട്ടയും കഴിച്ചു എന്ന് പറഞ്ഞു. നമ്മളല്ലേ ബിസ്മിത് ഫുഡ് വാങ്ങിക്കാനില്ല, അപ്പോൾ അവർ ബ്രെഡും മുട്ടയും കഴിച്ചു. നമ്മളോട് എന്തെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ ബ്രെഡ് വാങ്ങിച്ചിരുന്നാൽ മുട്ടയും കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോൺ ചേട്ടൻ വന്ന് നോക്കുന്ന ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ചായയും കുടിച്ച് വടയും കഴിച്ചിട്ട് വന്നു. അപ്പോൾ അതേ ഡാഡി ചക്ക കണ്ടാൽ പിന്നെ എല്ലാം മറന്നിട്ട് ചക്കയുടെ പുറകെ വരും കേട്ടോ. അപ്പോൾ ഞാൻ വന്ന ഉടനെ ചായ ഇടുകയാണ്. അപ്പോൾ നമ്മുടെ റെഡ് റോസസിൻ്റെ ചായയാണ് കേട്ടോ. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് ചോദിച്ചാൽ, കാരണം പുറത്ത് പോയിട്ട് വന്ന പിന്നെ നല്ല ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റിംഗ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുട്ടി ബ്രേക്ക് എടുത്തിട്ട് ഇവിടെ ഇരിക്കാൻ കേട്ടോ. ഈ സമയത്താണ് നിങ്ങളുടെ കമൻറ്റ്സ് നോക്കുന്നത്, അല്ലെങ്കിൽ മെയിലും വല്ലതും വന്നിട്ടുണ്ടോ, വാട്സപ്പ് മെസ്സേജ് ഞാൻ വളരെ വിരളമായിട്ട് നോക്കാറുള്ളൂ കേട്ടോ. ഗ്രൂപ്പിൽ പോലും ഞാൻ ഓടിച്ചിട്ടാണ് നോക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. ഞാൻ ചെറുതായിട്ടൊന്ന് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് വയറ് നിറയ്ക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ നമ്മുടെ വാട്ടർമെലനാണ് കേട്ടോ. അപ്പോൾ ഇപ്പം കിട്ടുന്ന വാട്ടർമെലനൊക്കെ അടിപൊളിയാണ്. പകുതി മുക്കാലും കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആണ് ബോഡി. എനിക്കറിയത്തില്ല, തളർന്നു പോകുന്ന പോലെയൊക്കെ തോന്നും. അപ്പം ഒന്ന് ഡൗൺ ആയി ചൂടാന്ന് തോന്നുന്ന സമയത്തിന് ഓടി വന്ന് വാട്ടർമെലൻ. ഡാഡി എപ്പോഴും ഫ്രൂട്ട്സ് സ്റ്റോക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേരും ഒരേ വേവ് ലെന്തിൽ പോകുന്നത്, ഒന്നെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ വാട്ടർമെലൻ, അങ്ങനെയാണ് ഞങ്ങൾ. അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ബോഡീനെ കൂളാക്കാൻ നമ്മൾ വാട്ടർമെലൻ കഴിക്കും ഒക്കെ ചെയ്യും ഈ സമ്മറിൽ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യത്തില്ല. അപ്പം ഞാൻ ഓർത്തു വാട്ടർമെലൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചോട്ടോ. ഇത് നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ വാട്ടർമെലൻ മോയ്സ്ചറൈസിങ് ഫേസ് ജെല്ലാണ് കേട്ടോ. എനിക്കിത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണിത് കേട്ടോ. ഇങ്ങനെ ഒരു ഇതിലാണ് വരുന്നത്. ഇവരുടെ പാക്കേജിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ക്യൂട്ട് ബോക്സസിലാണ് വരുന്നത്. ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ആയത് കുത്തി തോണ്ടി ഒരു കുഴിയായി അത് ഓൾറെഡി കേട്ടോ. നല്ല ഒരു, എനിക്ക് പറയാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഫേസിൽ ഇങ്ങനെ ഞാൻ രാവിലെ വൈകുന്നേരമൊക്കെ ഒന്ന് കുളിച്ചിട്ട് വന്നിട്ടും അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്യും കേട്ടോ. കാരണം രാവിലെ അതുപോലെ ചൂടാണ്, തേച്ച് കഴിയുമ്പം നല്ലൊരു സ്മെല്ലാണ്. നോൺ ചേട്ടൻ ചോദിച്ചത് എന്താ പുതിയൊരു സാധനം തേച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതുപോലെ നല്ല മണമാണ്. പിന്നെ ഇത് തേച്ച് കഴിയുമ്പോഴത്തേന് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു തണുപ്പ് ഫീൽ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണ്ണിമത്തങ്ങ കഴിക്കുമ്പോൾ സുഖമല്ല, അതുപോലെ തന്നെയാണ്. ഭയങ്കര ഒരു കൂളിംഗ് ഇഫക്റ്റ് ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ്. മുഖത്ത് അവിടെ ഇവിടെ കാണും കേട്ടോ. ഞാൻ കണ്ണാടി നോക്കി തേക്കാത്തതുകൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കാണും. പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ് കേട്ടോ ഇവരുടെ ഈ പ്രൊഡക്റ്റ് ഒക്കെ. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഈവൻ ടോൺ തരാനും അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് തരാനും സ്മൂത്തൻ ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് നല്ലൊരു ചേഞ്ച് തോന്നി. ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു സ്കിന്ന്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വാട്ടർമെലൻ ജെല്ല്, മോയ്സ്ചറൈസിങ് ജെല്ല് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ അവിടെ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സെയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 35% ഡിസ്കൗണ്ട് ഉണ്ട് ഗുഡ് വൈബ്സിൻ്റെ എല്ലാ പ്രൊഡക്ട്സിനും. അതുപോലെ തന്നെ 449 അതിൽ കൂടുതലോ രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടും. നല്ല കുട്ടി ഗിഫ്റ്റുകൾ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ടും ഈ ഒരു വാട്ടർമെലൻ ജെല്ല് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് ബാക്കി കാര്യങ്ങളിലേക്ക് പോയി. ഞാൻ കുറച്ച് വാട്ടർമെലനൊക്കെ കഴിച്ച്, എനിക്ക് വാട്ടർമെലൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനാണ് ക്ലീനിങ്ങിൻ്റെ ആൾ. അപ്പോൾ ഞാൻ ചെമ്മീൻ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ തലയും ഫ്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വെളുപ്പിന് ഇന്നലെ ഉണ്ടായിരുന്നൊരു കോൾഡ്, പക്ഷേ മരുന്ന് കഴിച്ചപ്പോൾ മാറിയെങ്കിലും ഇന്നത് മാറിയില്ല. ഇങ്ങനെ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ മീനിനകത്ത് കഴിയിട്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, നമുക്ക് മൂക്ക് ചൊറിയും. മുഖത്താണ് ഫുൾ ചൊറിയുക. കയ്യിൽ കാലിലാണ് ഞാൻ പോട്ടെന്ന് പറഞ്ഞ് ചൊറിഞ്ഞത്. പക്ഷേ മുഖത്ത്
മീൻ വെച്ച് തേക്കാന്ന് വെച്ചാൽ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി മസാല തേക്കണം. അപ്പോൾ ഞാൻ ഓർത്തു ചെമ്മീനും കൂടെ ക്ലീൻ ചെയ്താൽ ചെമ്മീൻ്റെ തലയ്ക്ക് മസാല തേച്ച് വെക്കാമല്ലോ. അപ്പോൾ ഇന്ന് കിട്ടിയ ചെമ്മീൻ എന്ന് പറയുന്നത് നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു ഞങ്ങൾ ഇട ദിവസങ്ങളിൽ ഇപ്പോൾ ബിരിയാണി വെക്കാം, നമ്മുടെ ബിരിയാണി പോട്ട് കിട്ടിയ പിന്നെ ബിരിയാണി വെക്കാൻ ഭയങ്കര ആവേശമാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഒരു ദിവസം ചെമ്മീൻ ബിരിയാണി, ഡോൺ ചേട്ടൻ വരുമെന്ന് പറയുന്ന ദിവസം നമുക്ക് ചെമ്മീൻ ബിരിയാണി വെക്കാമെന്ന്. അത് എല്ലാം കഴുകി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഷേക്ക് ഉണ്ടാക്കിയിട്ടു. അടിപൊളിയായിരുന്നു ഷേക്ക്. ചൂടത്ത് അലിഞ്ഞിറങ്ങി പോകും. നമ്മൾ 8 പാക്കറ്റ് പാൽ വാങ്ങിയ കഥ പറഞ്ഞില്ല, ആ പാലിൽ 2 പാക്കറ്റ് നമ്മൾ അന്നേ ഫ്രീസറിൽ കയറ്റിയായിരുന്നു. അപ്പോൾ അത് ഇന്ന് ഷേക്ക് അടിച്ച്. ഇന്ന് നമ്മുടെ ഡോൺ ചേട്ടനുണ്ട്, ഇല്ലെങ്കിൽ ഡോൺ ചേട്ടൻ ഇല്ലാത്തപ്പോൾ എനിക്കെന്തോ ഒരു മടിയാണ്. അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ മിൻറ്റ് ലൈം അടിച്ച് കുടിക്കും. അപ്പോൾ തോമനെ ഞാൻ വഴക്ക് പറഞ്ഞ് ഇവിടെ നിർത്തിയേക്കാണ് കേട്ടോ. കുറുമ്പാണ്. പക്ഷേ ഇന്ന് പതിവിലും വിട്ട് സൺഡേ കുറുമ്പില്ലായിരുന്നു. ഇന്ന് അതിനും ചേർത്ത് നമ്മുടെ പാച്ചു ആ കുറുമ്പ് ഫുൾ ഏറ്റെടുത്തു കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ ആലോചിക്കുന്ന ഈ ചെക്കന്മാരൊക്കെ ഒന്ന് സ്കൂളിൽ പോയിരുന്നു എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങായിരുന്നു. അപ്പോൾ അതേ ഡിമ്പിൾ എന്നാൽ ആറ്റ് നോറ്റൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കിനും പാച്ചു വഴക്ക്. ഡിമ്പിൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിമ്പിൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇട്ടിരുന്നു ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെ വീഡിയോ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഡിമ്പിളിൻ്റെ ചാനലിൽ വരും. അപ്പോൾ അവൻ വഴക്കായതുകൊണ്ട് ഡിമ്പിൾ അതൊക്കെ ദം ചെയ്തിട്ട് പോയി. ഞാൻ സാലഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിള്ളേരുടെ കാര്യമല്ലേ, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം സാലഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ബീഫ് ഞാൻ മസാലയൊക്കെ വെച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ച് വരുമ്പോഴത്തേനും അത് റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ കിച്ചൺ ഓൾമോസ്റ്റ് ഞാനല്ല മമ്മി ക്ലീൻ ചെയ്തു. പിന്നെ നാളെ രാവിലത്തേനുള്ള അരിയൊക്കെ ഞാൻ മമ്മിയോട് വെള്ളത്തിലിടാൻ പറഞ്ഞു. അതൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫാണ് കേട്ടോ അവിടെ കിടന്ന് കൂവിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേനും ഞാൻ ടേബിളെ കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്തു. നമ്മൾ ഭക്ഷണം കഴിച്ചത് അതൊന്നും എടുത്തില്ല, കാരണം ഞാൻ ഭക്ഷണം കഴിച്ചത് ഏറ്റവും ലാസ്റ്റാണ്. ചാക്കോച്ചനെയും തോമനെയും കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ടാണ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. പിന്നെ മമ്മിയും ഡിമ്പിളും എനിക്ക് കൂട്ടിരുന്നു എന്നേ ഉള്ളൂ. മമ്മിയാണ് കൂട്ടിരുന്നത് കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞത് നമ്മുടെ ചാക്കോച്ചൻ കട്ടിലേൽ ഇരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരം ഞാൻ കുറേ നാൾ കൂടി ഉച്ചയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങി. ഡോൺ ചേട്ടൻ ഉറങ്ങിയില്ല, പിള്ളേർ രണ്ടുപേരും ഉറങ്ങി, ഞാനും ഉറങ്ങി. അപ്പോൾ കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ഇറങ്ങി വന്നിട്ട്. അപ്പം നമ്മൾ ടാറ്റ പോവാണ്. ആ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ടാറ്റ പോവാ, ബൈ പറയൂ. എവിടെയാ പോണേ? എവിടെയാ പോണേ? നെസ്റ്റോയില് പോവാണ്. പാച്ചോടെ പോവാ. നെസ്റ്റോ പറഞ്ഞേ. യോ 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 അത് വേണ്ട. ഓ ആ യോ കാണിച്ചാണ്. പറഞ്ഞ ഞങ്ങള് പോയിട്ട് വരാം. പറ പോയിട്ട് വരാം. തുറക്കണ്ട മതി. ലൈറ്റ് ഓഫ് ആക്കിയോ. ഗുഡ് നൈറ്റ് പാച്ചു. ഗുഡ് നൈറ്റ് പറയൂ. ഉമ്മ ഷിയോ ലവ് യു മിസ് യു. ടോനു കം ഓൺ. ടോനു കം ഓൺ. എങ്ങനെയാ? ടോനു കം ഓൺ. ടോനു കം ഓൺ. ടോനു വായോ. അമ്മയുടെ പൊന്നാരാ? ഡിവൈൻ. അമ്മയുടെ പേരെന്താ? ഡിവൈൻ. ഡിവൈൻ. ഡോൺ. ഡിവൈൻ. ഡിവൈൻ പറഞ്ഞേ. ഡിവൈൻ. അമ്മയുടെ പേരെന്താ പാച്ചു? പറ 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 അമ്മയുടെ പേര് പറ. എവിടെ എത്തി? എത്തിയേ? ഹാപ്പിയായി? കുഞ്ഞേ നിന്നുടെ കയ്യില് പറഞ്ഞേ. കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞേ നിന്നുടെ കയ്യില് ഇല്ല തരില്ലേ. അയ്യോ കാക്കേ എന്തോ പറ്റിച്ചോ? ഒരു ചേട്ടൻ ബ്ലോക്ക് മാറ്റുന്നു. നോക്ക്
അതിസാഹസികമായി ബ്ലോക്കുകൾ മാറ്റും. ബും ബും ബുംബ. നിന്നുടെ കയ്യിലെ ഇല്ല തരില്ലേ അയ്യോ കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞേ കുഞ്ഞേ നിന്നുടെ കയ്യിലെ ഇല്ല തരില്ലേ അയ്യോ കാക്കേ wow very good yay റൂമ കൊട്ടെടുക്ക അതെ ബൈ 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 ഡോണോട് വരാൻ പറ വായ് നമ്മൾ റിലയൻസിൽ ചെന്നപ്പോൾ ഞാൻ പാച്ചുവിനെ കൊണ്ടുപോയി ഡോൺ ചേട്ടൻ തോമുവിനെ കൊണ്ടുപോയി. അപ്പോൾ തോമുവിന് അവിടെ ചെന്ന ഐസ്ക്രീമാണ്. അപ്പോൾ പാച്ചു എന്നോട് പറഞ്ഞു ലേസ് കാണിച്ചിട്ട് പറഞ്ഞു അത് വേണമെന്ന്. അപ്പോൾ ലേസ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ക്രിംബറിയുടെ യോഗേർട്ട് വേണമെന്ന് പറഞ്ഞു, അതും വാങ്ങിച്ചു. പിന്നെ സെറ്റ് കേർഡ് അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ലായിരുന്നു. പിന്നെ വീട്ടിലിരുന്ന് ഭയങ്കര ചോദിച്ചില്ല. മമ്മി പറഞ്ഞു എല്ലാവരെയും കൊണ്ട് എവിടെയെങ്കിലും പോകുന്നത്. അപ്പോൾ ഡിംപിൾ പറഞ്ഞു ഡിംപിൾ വരുന്നില്ല, പാച്ചുവിനെ കൊണ്ട് പൊക്കുമെന്ന് പറഞ്ഞു. പാച്ചുവിനെ കൊണ്ട് പോകാൻ ഇരുന്നല്ല, പാച്ചു ഇറങ്ങാൻ നേരത്തെ ഞങ്ങളോട് ചാടി കയറിയതാണ്. ഞാൻ വിളിച്ചു. അപ്പോൾ ആദ്യം അവൻ മോന്നൊക്കെ പറഞ്ഞു വരാൻ നേരത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ഡ്രസ്സ് മാറ്റി തായോ, നിങ്ങൾ കുറച്ച് നേരം ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ചാക്കോച്ചനെ കൊണ്ടുപോയില്ല കേട്ടോ. ചാക്കോച്ചൻ സന്ധ്യയാകുമ്പോൾ ഭയങ്കര വഴക്കാണ് ചൂടെടുത്തിട്ട്. അങ്ങനെ നമ്മളിതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനി വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ഞാൻ അങ്ങനെ അധികം വീഡിയോസ് എടുത്തില്ല, കാരണം എനിക്ക് ചെന്നോണ്ട് മാവ് അരയ്ക്കാനുണ്ടായിരുന്നു. നമ്മുടെ നാളത്തേനുള്ള ഇഡ്ഡലി മാവ് ഇഡ്ഡലിക്കുള്ള അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. ഇത് അങ്ങനെ നിൽക്കുകയാണത് നമ്മുടെ പാച്ചുവിന് ഓടിപ്പോകുന്നത്. അപ്പോൾ ഞാൻ പാച്ചുവിൻ്റെ കുറേ ഓടിപ്പോകുന്നതാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു. അപ്പോൾ അവർക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു ഭയങ്കര വഴക്ക്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ലായിരുന്നു, കാരണം ലേസും ഒരാൾ ഐസ്ക്രീം എടുത്തുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. രാത്രി നമ്മൾ പൊറോട്ടയാണ് ഡിംപിൾ നല്ല ബോൺലെസ് ചിക്കൻ്റെ കറി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബിസ്മിയിൽ പോയിട്ട് നമ്മുടെ സ്ഥിരം, അപ്പോൾ ഞാൻ അവിടെ നിന്ന് കാപ്പി കുടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കാപ്പി. ഞങ്ങൾ ശരിക്കും വന്നപ്പോൾ 9:30 ആയി. 9:30 സമയത്തുള്ള തിരക്കാണ് കേട്ടോ. നിങ്ങൾ ഈ ഏരിയയിലുള്ളവരാണെങ്കിൽ നല്ല അടിപൊളി അപ്പവും പുട്ടും കറികളൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരു നേരം എനിക്ക് ഒരു 150 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു നേരമല്ല 3 നേരം നിങ്ങൾക്ക് കഴിക്കാം, കടിയടക്കം കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വന്നിട്ട് ചോയ്സിലൊന്ന് കയറണം. ഡിംപിളിനൊരു ബുക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഫ്രഷ് ക്രീം റിലയൻസിലില്ലായിരുന്നു, അപ്പോൾ അത് വാങ്ങണം. അങ്ങനെ കുറച്ച് 2-3 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കാൻ ഞാൻ ചോയ്സിലോട്ട് പോയി. പിന്നെ പിള്ളേർ ജ്യൂസ് ചോദിച്ചതിന് പേരിൽ ഒരു ജ്യൂസ് അങ്ങ് വാങ്ങിച്ചു. ഇല്ല, നമുക്ക് തന്നെ ഈ തളർച്ച, അപ്പോൾ പിള്ളേരുടെ കാര്യം. അപ്പോൾ ഞാൻ വന്നുകൊണ്ട് ഓടിപ്പോയി മാവ് അരച്ചു. ഇനി താമസിച്ചാൽ ചിലപ്പം പൊന്തിയൊന്നും വരില്ല. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു. ഡോൺ ചേട്ടനും പിള്ളേരും കയറി. ഞങ്ങൾ ഇന്ന് വർത്തമാനം പറയുകയാണ്. അപ്പം ലോക കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ ചർച്ചയ്ക്കിരിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു സൺഡേ വ്ളോഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക. സമയം 12 ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ 12:30 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. നാളെ Q&A എടുക്കണമെന്നൊക്കെ മനസ്സിലുണ്ട്, നോക്കട്ടെ, സാഹചര്യം പോലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ ഇതുപോലെ തന്നെ പിന്നെയും കാണാം കേട്ടോ.